ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലായ സംവിധായകൻ രഞ്ജിത്തിനെ കൊച്ചിയിലെത്തിച്ചു. ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എ.ടി. അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് രഞ്ജിത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കുമല്ലോ ഈ മറ്റ് തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. ഗുഡ് മോർണിംഗ് ലിജിൻ. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്ന് ഇവിടേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒപ്പം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ECGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇതിനെ തുടർന്ന് വിശദമായ പരിശോധനകൾക്ക് ആണ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. ഇന്ന് സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദ്രോഗ വിദഗ്ധനും ഒപ്പം തന്നെ ന്യൂറോ സർജൻ അടക്കമുള്ള ആളുകൾ പരിശോധിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ നിരീക്ഷണത്തിൽ തന്നെയാണ് രഞ്ജിത്ത് ഉള്ളത്. ഇന്ന് ഇത്തരത്തിൽ CT സ്കാൻ അടക്കം എടുത്തതിന് ശേഷം അതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുക. ഒരു പക്ഷേ അതിനുശേഷമായിരിക്കും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് റിമാൻഡ് നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണമോ അതോ മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് വരണമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇന്ന് വിശദമായ പരിശോധനകൾ, പ്രത്യേകിച്ച് ടെസ്റ്റുകളാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ രാത്രിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ ഇടുക്കിയിലെ മുട്ടത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി മാസം, അതായത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് രഞ്ജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ സെറ്റിൽ വെച്ച്, അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കാരവാനിൽ വെച്ച് അവിടെ യുവനടിയോട് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ യുവനടി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഒപ്പം തന്നെ കൗൺസിലിംഗ് അടക്കം പോകേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ വരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം അവർ സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത്. ഈ പരാതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ആരോപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം കൈമാറുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോലീസ് കടക്കുകയുമായിരുന്നു. പക്ഷേ ഈ അറസ്റ്റ് നീക്കങ്ങളെല്ലാം അറിഞ്ഞ് അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞ് രഞ്ജിത്ത് നേരെ ഇടുക്കിയിലേക്ക് പോവുകയായിരുന്നു. ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയിൽ വാഹനം തടഞ്ഞാണ് രഞ്ജിത്തിനെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും ഇടുക്കി പോലീസ്, അതായത് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇന്നലെ രാത്രിയാണ് രഞ്ജിത്തിനെ ഇവിടെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് അല്പസമയത്തിന് ശേഷം തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, ശാരീരിക പരിശോധനകളൊക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ലിജിൻ, അശ്വതി, ഒരു കാര്യം കൂടി, ഈ നാടകീയമായിരുന്നു അറസ്റ്റ് എന്ന കാര്യത്തിൽ അശ്വതി ഇപ്പോൾ സൂചിപ്പിച്ചു. മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ്. BNS പ്രകാരം മാനഭംഗം, ലൈംഗിക അതിക്രമം, അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ച് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു പരാതി എന്ന് തന്നെ വേണ്ടേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇതിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി നേരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ഇതിന്റെ അന്വേഷണ ചുമതല എറണാകുളം DCPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വേഗത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്കും രഞ്ജിത്തിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളിലേക്കും ഒക്കെ കടന്നത്. ഈ കാരവാനിൽ സംവിധായകരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ യുവ നടി ആ കാരവാനിലേക്ക് എത്തുകയും അവിടെ വെച്ച് യുവനടിയെ കടന്നു പിടിക്കുകയും മറ്റും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടി വലിയ രീതിയിലുള്ള മാനസികാഘാതത്തിലേക്ക് പോവുകയും അത് കൗൺസിലിങ്ങിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ മെഡിക്കൽ രീതിയിൽ, അതായത് അവർ പോയിട്ടുള്ള കൗൺസിലിംഗ്, അതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പരാതിയിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗുരുതരമായി ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നും പോലീസിന് ബോധ്യപ്പെട്ടത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അറസ്റ്റ് ഭയന്നാണ് രഞ്ജിത്ത് നേരെ ഇടുക്കിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇടുക്കി പോലീസിന് വിവരം കൈമാറുകയും SP-യുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളും വകുപ്പുകളും തന്നെയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് എന്തായാലും ഇതിന് ജാമ്യമോ മറ്റു കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും പക്ഷേ അതിന് തൊട്ട്
മുന്നോടിയായിട്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല പ്രമുഖരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രഞ്ജിത്ത് ആശുപത്രിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ലിജിൻ, ശരി. എന്തായാലും ജനുവരി 9 ഫോർട്ട് കൊച്ചിയിൽ വെച്ച് സിനിമാ സെറ്റിൽ വെച്ച് യുവനടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതി നടി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാടകീയമായിട്ടുള്ള അറസ്റ്റ് ഇന്നലെ രാത്രി ഉണ്ടായത്. നിലവിൽ എന്തായാലും രഞ്ജിത്ത് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.